മന്ത്രിയുടെ പത്നി വിതുമ്പി. മറ്റുള്ളവരാണ് 112 വിളിക്കുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. 90s കിഡ്സിൻ്റെ ഓർമ്മകളിൽ ഒരിക്കലും മറക്കാതെ മായാതെ നിൽക്കുന്ന ഒരു നമ്പറാണ് 143. ബാലമണി 143 കാറിന്റെ നമ്പർ. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പറാണ് 112. ആ ട്രെൻഡാവാൻ കാര്യം വേറെ ഒന്നുമില്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ മറ്റൊരു സ്ത്രീയുമായി 143 നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി അവിടേക്ക് കയറി വരികയും ഈ 143 ഒക്കെ വീഡിയോയിലും ഫോട്ടോയായിട്ടൊക്കെ പകർത്തുകയും ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ 112 എന്ന് പറയുന്ന ഒരു എമർജൻസി നമ്പറിലോട്ട് വിളിച്ചു. ആക്ച്വലി എന്താണ് ഈ 112? നമസ്കാരം, പോലീസ് എമർജൻസി കൺട്രോൾ റൂം. നമസ്കാരം. അടിയന്തര ഘട്ടങ്ങളിൽ കേരള സംസ്ഥാനത്ത് ഒരു വ്യക്തിക്ക് പോലീസ് സഹായം ആവശ്യമാണെങ്കിൽ വിളിക്കേണ്ട നമ്പറാണ് 112. നമസ്കാരം, ഇത് പോലീസ് കൺട്രോൾ റൂമിൽ നിന്നാണ്. ഒരു പരാതി കുറച്ച് മുമ്പ് വിളിച്ച് പറഞ്ഞില്ലായിരുന്നോ? അവിടെ പോലീസ് എത്തിയായിരുന്നോ? നമ്മൾ 112 ഡയൽ ചെയ്താൽ ഇത് ആദ്യം എത്തുന്നത് സംസ്ഥാന പോലീസ് ആസ്ഥാനത്താണ്. ഈ നമ്പറിൽ നിന്ന് ഒരു വിളി വന്നാൽ ഉടൻ തന്നെ ഈ വിളിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അവർക്ക് ട്രേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അഥവാ ലൊക്കേഷൻ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അടിസ്ഥാന വിവരങ്ങൾ ചോദിച്ചറിയുകയും അത് ഏത് ജില്ലയിലാണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് വാഹനത്തിലോട്ടോ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും അങ്ങനെ എത്രയും പെട്ടെന്ന് പോലീസിൻ്റെ സഹായം ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോലീസിൻ്റെ വാഹനം എത്തുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഏകദേശം 60ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒരേ സമയം ഒരേ മനസ്സോടെ എത്രയും പെട്ടെന്ന് പോലീസ് സഹായം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. അത്രയും പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ സ്ത്രീ 112 വിളിച്ച് പരാതി പറഞ്ഞത്. എന്തായിരുന്നാലും ഇത് കേട്ട് മന്ത്രിയുടെ പത്നി വിതുമ്പി. മറ്റുള്ളവരാണ് 112 വിളിക്കുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. കേരളത്തിൽ മറ്റുള്ളവരാണോ ആ നമ്പറിലേക്ക് വിളിക്കുന്നത്? അതും കൂടെ കേട്ടതോടെയാണ് അവർക്ക് ഹാലിളവി പത്രക്കാരോട് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. ഇനി മന്ത്രിപത്നിയായിരുന്നാലും ഏത് പത്നിയായിരുന്നാലും കള്ളവെടി വെച്ചുകൊണ്ട് വരുന്നത് കണ്ടുകൊണ്ട് ഈ നമ്പറിലൊന്നും കയറി വിളിച്ചേക്കരുത്. അത്തരത്തിലുള്ള വെടിവെപ്പുകൾക്കെല്ലാം പോലീസിന് ഡയറക്റ്റ് കേസെടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായമായി സെക്ഷൻ 84 BNS പ്രകാരം ഫയൽ ചെയ്യാം. അന്ന് എന്തിനു പറഞ്ഞുകൊണ്ട് പറഞ്ഞത്? മനുഷ്യന് പ്രണയിക്കേണ്ടെന്ന് ആര് പറഞ്ഞു? പക്ഷേ ഭാര്യയും ഭർത്താവും കയറി വരുന്ന സമയങ്ങളിൽ കയറി പ്രണയിക്കരുത്.